നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നനെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നത് ഏറ്റവും യോജിക്കുക ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ച അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം അല്പം മുൻപ് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ വാർത്താസമ്മേളനം റദ്ദാക്കപ്പെടുന്നത് കണ്ടു നിമിഷങ്ങൾക്കകം. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്നതുപോലും അറിയില്ല. അത്രമാത്രം ആടിയുലയുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ. നമുക്ക് വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ തന്നെ ശക്തമാകുമ്പോൾ രാജി ആലോചിച്ചിട്ട് പോലുമില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. അത് ഒഫീഷ്യലി നടത്തിയ വാർത്താസമ്മേളനത്തിലല്ല, മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സൂചനകളാണ് രാജി ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നത്. എന്നാൽ അല്പസമയം മുൻപ് രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. രാഹുലിന്റെ വാർത്താസമ്മേളനത്തിനായി മാധ്യമങ്ങൾ അവിടെ എത്തി, അടൂരിലെ വീട്ടിലെത്തി. പക്ഷേ പിന്നീട് ആ വാർത്താസമ്മേളനം റദ്ദാക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അത് നേതൃത്വം ഇടപെട്ട് റദ്ദാക്കി ആ വാർത്താസമ്മേളനം എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. കാരണം താൻ രാജിവെക്കാനിടയായ സാഹചര്യങ്ങൾ, തുടരെ വരുന്ന വെളിപ്പെടുത്തലുകൾ, ശബ്ദ സംഭാഷണങ്ങൾ, ഗർഭഛിദ്രം നടത്താൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന പല ശബ്ദ സംഭാഷണങ്ങളും പിന്നെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അങ്ങനെ ഒരു വിശദീകരണം വേണ്ട എന്ന നിർദ്ദേശം നേതൃത്വം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട എന്ന ഒരു നിർദ്ദേശവും സന്ദേശവുമാണ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ആ വാർത്താ സമ്മേളനം റദ്ദായത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഈ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ മറുഭാഗം അത് വേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ച വേണ്ട എന്ന് രാഹുലിന്റെ നേതൃത്വം ഉപദേശിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാജിയില്ല എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചെയ്തത്. രാഹുലിന്റെ രാജി ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുമ്പോൾ അതിൽ ആടി ഉലയുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു മാതൃക സൃഷ്ടിക്കുന്ന തരത്തിൽ നടപടി ഉണ്ടാകും എന്നതാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അധപതനം എന്ന് പറയുന്നത് രാഹുലിന്റെ മാത്രം കുറ്റമായല്ല കാണുന്നത്, വിലയിരുത്തപ്പെടുന്നത് നേതൃത്വത്തിന്റെ തന്നെ ഒരു വീഴ്ചയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അധപതനത്തെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് VD സതീശനാണ്. കാരണം രാഹുലിന്റെ ചെയ്തികൾ അറിഞ്ഞിട്ടും ഇടപെട്ടില്ല. രാഹുലിനെ കുറിച്ചുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ട് റിനി VD സതീശനെയാണ് ആദ്യം ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെയാണ്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടും നടപടിയെടുത്തില്ല. മാത്രവുമല്ല, സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ ആരോപണം നേരിടുന്നത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും വിധം തന്നെ ഈ പ്രശ്നം വിലയിരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ ശക്തമായ വാക്കുകളോട് കൂടി തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ആ ഡാമേജ് കൺട്രോളിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ സംഭവം പുറത്തറിഞ്ഞ് 24 മണിക്കൂറിനകം ആ സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, കാര്യങ്ങൾ പരിശോധിച്ച് നടപടികൾ ഉണ്ടാകും എന്ന ഒരു സൂചനയും VD സതീശൻ നൽകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. മറ്റു പാർട്ടികളിൽ നിന്ന് വേറിട്ടതാണ് കോൺഗ്രസ് എന്ന
ചൂണ്ടിക്കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാകും എന്നത് വി.ഡി. സതീശൻ ഒരു സന്ദേശം നൽകുമ്പോൾ അതെന്താണ്? അത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. വളരെ പ്രതീക്ഷകളോടുകൂടി അതിന് തയ്യാറെടുക്കുകയായിരുന്നു കോൺഗ്രസ്. ആ സമയത്താണ് ഇടുത്തി പോലെ ഈ വിവാദം കോൺഗ്രസിന് മേൽ പതിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടുക എന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ കൂടി ആവശ്യമാണ്. മാത്രവുമല്ല, സ്ഥാനമാനങ്ങൾ നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഇനി ടീമിൽ വേണ്ട എന്നൊരു തീരുമാനം വി.ഡി. സതീശൻ എടുത്തിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ വി.ഡി. സതീശൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയല്ല, രാഹുലിനെ കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒളിവിലായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് പിടിതരാതെ ഇരിക്കുകയാണ് ഷാഫി പറമ്പിൽ. എന്നാൽ താൻ ഒളിവിൽ പോയിട്ടില്ല എന്നും രാജി ഒരു മാതൃകയാണെന്നും അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല എന്ന സന്ദേശവുമാണ് ഷാഫി പറമ്പിൽ ഇന്ന് നൽകിയത്. രാഹുലിന് വേണ്ടി വാദിക്കുന്ന ഷാഫി പറമ്പിലിനെ ഇന്നും കണ്ടു. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അപ്പോ കരുത്തുറ്റ സംസ്ഥാന കോൺഗ്രസിലെ നേതൃത്വമായിരുന്നു വി.ഡി. സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട്. അത് രണ്ടായി പിരിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ ശക്തിയുക്തം വാദിക്കുമ്പോൾ അങ്ങനെയില്ല എന്ന ഒരു നിലപാട് വി.ഡി. സതീശൻ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ പെട്ടുപോയിരിക്കുന്നത് KPCC ആണ് എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയിൽ രൂപപ്പെടുമ്പോൾ എവിടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് KPCC വന്നുപെട്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവരോട് സ്വീകരിച്ച നിലപാട് തുടരണം എന്ന വാദത്തിന് പാർട്ടിയിൽ ഒരു മേൽക്കൈയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നത് ഒരു ആശയക്കുഴപ്പമായി തന്നെ KPCC-യിൽ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ പറഞ്ഞത്, ഈ വിഷയം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. ആ രാജിയോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന ഒരു കാര്യമാണ് ദീപാദാസ് ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ വാക്കുകൾ. And I think this chapter is over because he has resigned from the Youth Congress. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle, it is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed, he has resigned. Even today also I spoke to the KPCC president. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. That chapter 2 days before is over. I will ask the opposition party to look into their party matters first and then tell about Congress. പരാതി ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ദീപാദാസ് മുൻഷി ചൂണ്ടിക്കാട്ടുന്നത്. പരാതി ഇല്ലാഞ്ഞിട്ടും നടപടിയെടുത്തത് ഒരു ആ വിഷയത്തിലോടുള്ള സമീപനത്തിലോടുള്ള ഒരു മേൽക്കൈയായി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഇതൊരു അവസാന തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. വലിയ രീതിയിലുള്ള രാജിക്കായുള്ള മുറവിളി കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷം ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അതിശക്തമാക്കിയിരിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരെയും ആ പ്രതിഷേധം നീളുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. വടകരയിലാണ് ഇന്ന് ഷാഫി പറമ്പിൽ പങ്കെടുത്ത പരിപാടി നടന്നത്. അവിടേക്ക് CPM പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുന്നത് കണ്ടു. ഒപ്പം തൃശൂരിലും വലിയ പ്രതിഷേധം നടന്നു. അവിടെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലാണ് തൃശൂരിലെ പ്രതിഷേധം നടന്നത്. അവിടെ തൊട്ടിൽ കെട്ടിയാണ് മഹിളാ മോർച്ച വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കാഴ്ചവെച്ചത്.
8ഓളം സ്ത്രീകൾ മാങ്കൂട്ടത്തിനെതിരെ വന്നു. 8ഓളം സ്ത്രീകൾ തെളിവായിട്ട് വന്നു. എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ വടകരക്കാടിൽ നടന്നു പോകുന്ന ആളാണ് മാങ്കൂട്ടോ? ഷാഫിയുടെ വലകയാണ്. ഈ വടകര പ്രതിഷേധിക്കുകയാണ്. വടകര അങ്ങാടി മൊത്തം പ്രതിഷേധിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡർ അടക്കോ എന്നിട്ടും ഈ MP ഒരു ഉളുപ്പില്ലാണ്ട് ഈ ടൗണിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാല് ഈ കേരളത്തിന് എന്ന നാടകമാണ്. കേരളത്തിന് തന്നെ അപമാനമാണ്. ഇതിനെതിരെ വടകര ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ. അത് ശക്തവും കൃത്യവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് പൊതു മാധ്യമ രംഗങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ MLA ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് ഒരു അർഹതയുമില്ല. ഈ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് BJP ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ സമരത്തിന് ഇറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ രാജിവെക്കണം എന്നുള്ള പ്രസ്താവന അതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം ഒഴിഞ്ഞത്. ആ പദവിയല്ല, സംഘടനാപരമായിട്ടുള്ള പദവി എന്തുമായിക്കൊള്ളട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വ്യക്തി, അതായത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കും എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്ന വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനില്ല. ആ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു MLA പദവി രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും രണ്ട് അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ ഉടലെടുത്ത സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുക. എന്തായാലും രാജി ആവശ്യം ഒരു പക്ഷം ശക്തമാക്കിയിരിക്കുകയാണ്, രാജി വേണ്ട എന്ന് മറുപക്ഷം പറയുന്നു. രണ്ട് കാര്യങ്ങളിലാണ് ഹൈക്കമാൻഡിൽ നിന്നും ഒരു തീരുമാനവും ഇടപെടലും വേണ്ടത്. അത് ഒന്ന്, ഈ MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടരണമോ എന്ന കാര്യത്തിലാണ്. രണ്ട്, പുതിയ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി ആര് വരണം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അത് രണ്ടുമായി ബന്ധപ്പെട്ടാണ് മാതൃകാപരമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. ഇവിടെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുകയാണ്. അബിൻ വർക്കി വിഭാഗം ഇപ്പോൾ തന്നെ വലിയ ഭീഷണി ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. 40 പേർ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നല്ലാതെ മറ്റൊരു ആളെ പുറത്തുനിന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ 40 പേർ രാജിവെക്കും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ കേന്ദ്രീകരിച്ച്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നിരുന്നതാണ്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളായി അബിൻ വർക്കിയെ ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള പോസ്റ്റുകൾ അതിൽ വരികയും വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. ഇതിന് പിന്നിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ്, താൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് തടയിടാനുള്ള നീക്കമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അബിൻ വർക്കി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അവർ നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് അടിസ്ഥാനമാക്കി നേതാക്കന്മാരും പിടിവലികൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഈ വിഷയം കൈവിട്ടു പോകുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. KM അഭിജിത്തിനായാണ് A ഗ്രൂപ്പ് പിടിവലി നടത്തുന്നത്. ഒപ്പം തന്നെ വനിതയെ പരിഗണിക്കണമെന്ന ഒരാവശ്യം കൂടി സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനോട് അടുപ്പമുള്ള KC വേണുഗോപാൽ പക്ഷക്കാരിയായ അരിത ബാബുവിന് സാധ്യതയുണ്ട് തുടങ്ങിയ ചർച്ചകൾ കൂടി വരുന്നു. എന്തായാലും അതിനൊന്നും ഉള്ള സാധ്യത ഇല്ലാതാക്കുക എന്നതാണ് അബിൻ വർക്കിയും സംഘവും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വലിയ രാജ്യഭീഷണി ഉൾപ്പെടെ ഉയർത്തുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുലിന്റെ ഈ രാജിയുമായി ബന്ധപ്പെട്ടും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണമെന്നതുമായി ബന്ധപ്പെട്ടും രണ്ട് പ്രധാന വിഷയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇതിൽ മാതൃകാപരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് പാർട്ടിയെ ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതിൽ രണ്ടിലും ഏറ്റവും ഉതകുന്ന ശരിയായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ്. സ്ഥാനമാനങ്ങൾ നൽകിയിട്ടും പ്രൊമോഷനുകൾ നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഇങ്ങനെ പെരുമാറുന്ന യുവാക്കൾക്ക് ഇനി ഈ സംഘടനയിൽ, ഈ പാർട്ടിക്കുള്ളിൽ സ്ഥാനമില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടില്ല എന്നൊരു സന്ദേശം നൽകുന്നതായിരിക്കണം പുതുതായി വരുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ആ സന്ദേശം നൽകാൻ ഉതകുന്ന തീരുമാനങ്ങൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകണം എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഇനി നിർണായകമാകുമെന്ന് ആണ് കരുതുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിൽ ഈ രണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കളങ്കം മാറ്റുന്ന തരത്തിലുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, രാഹുൽ ഗാന്ധിയിലൂടെ ഹൈക്കമാൻഡ് അത്തരമുള്ള ഇടപെടലിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ആടി ഉലയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. വലിയ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട്
വലിയ വലിയ നീക്കങ്ങൾ കോൺഗ്രസിൽ നടക്കുകയാണ്. ധർമ്മസ്ഥലയിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ധർമ്മസ്ഥലയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് SIT രൂപീകരിച്ച് അവിടെ വലിയ രീതിയിലുള്ള തെരച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായിരിക്കുകയാണ്. അയാൾ പറഞ്ഞതൊക്കെ കളവാണ് എന്നതാണ് SIT ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നീക്കങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിന്നയ്യ എന്ന ഇയാളുടെ പേരും വിവരങ്ങളും അന്വേഷണ സംഘം പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഇയാളെ വലിയ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇയാളുടെ ഐഡന്റിറ്റി പുറത്തുവിടാതെയാണ് ഈ തെളിവെടുപ്പിനുൾപ്പെടെ അന്വേഷണ സംഘം ഇയാളെ എത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാളുടെ പേര് ഉൾപ്പെടെ അന്വേഷണ സംഘം വെളിപ്പെടുത്തുകയാണ്. CN ചിന്നയ്യ എന്ന വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം SIT പിൻവലിച്ചിരിക്കുന്നു. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകളോളം, കഴിഞ്ഞ 2 ദിവസമായി അയാൾ കസ്റ്റഡിയിലാണ്. ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വൻ ട്വിസ്റ്റ് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണ് എന്നതാണ് സുജാത ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന് പരാതി നൽകിയതെന്നും അവർ പറയുന്നു. സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് എന്നത് ചൂണ്ടിക്കാട്ടി അവർ ഇന്ന് ഹാജരായിട്ടില്ല. സുഖമില്ലാത്തതിനാൽ മറ്റൊരു ദിവസം വരാം എന്നതാണ് സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത്. അവരൊരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതാണ്ട് 100ഓളം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞ ആൾ പുറത്തുവിട്ടത്. ഇയാൾ പലയിടത്തും ഈ രീതിയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടു. ആ സ്ഥലങ്ങൾ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുമ്പോൾ SIT രൂപീകരിക്കുകയും SITയുടെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു. സ്ത്രീകളും കുട്ടികളുമായി 100ലധികം പേരുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ന്യൂസ്18 സംഘം ഉൾപ്പെടെ അവിടെ ദിവസങ്ങളോളം തമ്പടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകൾ, അവരിൽ നിന്നൊക്കെ വലിയ എതിർപ്പുകൾ ഉയരുന്നു. അവരുടെ ഭീഷണിയുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് അവിടെ തെരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. ചില അസ്ഥിഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും അതൊക്കെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് വളരെ രഹസ്യമായ രീതിയിലൊക്കെയുള്ള പരിശോധനകൾ നമ്മൾ കണ്ടതാണ്. ഡി ഗ്യാങ്ങിന്റെ വലിയ ഭീഷണി അവിടെ ഉയർന്നത് കണ്ടതാണ്. അങ്ങനെ ഏറെ ദുരൂഹതകളും സംഘർഷഭരിതവും ഒക്കെ ആയിരുന്നു കടന്നുപോയ ദിവസങ്ങൾ അവിടെ. പക്ഷേ ഇയാൾ ചൂണ്ടിക്കാട്ടിയ പലയിടങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചിലയിടങ്ങൾ കേന്ദ്രീകരിച്ച് മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വിശദമായ പരിശോധനയും DNA പരിശോധന ഉൾപ്പെടെ നടത്താനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ ട്വിസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇത് കേസ് അട്ടിമറിക്കപ്പെടുന്നതിന്റെ സൂചനയാണോ, അതോ ഈ ചിന്നയ്യ, CN ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ മനോവൈകൃതങ്ങളുള്ള ആളാണോ, മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണോ, എന്താണ് ഈ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ അതിന് പിന്നാലെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചൊന്നും വലിയ വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വൻ അട്ടിമറി ഈ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നത്. ഈ സൗജന്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ട്വിസ്റ്റ്, അവരുടെ അമ്മ തന്നെ വന്ന് മകൾ, അങ്ങനെ ഒരു മകളില്ല എന്ന് പറയുന്ന സാഹചര്യമൊക്കെ വൻ അട്ടിമറിയുടെ ഭാഗം എന്നതാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി
ചൂണ്ടിക്കാട്ടുന്നത്. സുജാത ഭട്ട് നേരിട്ട് തന്നെയാണ് ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇത്ര വലിയ ഭീഷണി മുഴക്കിയത്? ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്താൻ, ഇല്ലാത്ത മകൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്താൻ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? എന്തിനാണ് ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും അവർ ഇപ്പോൾ പറയുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു എന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറയുന്നത് ഇതിന് പിന്നിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ്. ഈ ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമിരോട്ടി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയ ട്വിസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. എന്തായാലും വൻ ദുരൂഹതകളായിരുന്നു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു കേട്ടത്. അത് ഏതാണ്ട് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള രാജ്യത്തെ തന്നെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. അങ്ങനെ ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലമായിരുന്നു അവിടം. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT വന്നതിന് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. SITയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ആയി മാറുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണോ? അല്ല, ഈ ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ മുൻ ഭാര്യയൊക്കെ തന്നെ അയാൾക്കെതിരെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അയാൾ വലിയ ധാർഷ്ട്യക്കാരനാണ്, പ്രശ്നക്കാരനാണ് എന്നൊക്കെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അപ്പോൾ ആ വ്യക്തി മനോരാജ്യം കണ്ട കാര്യങ്ങളാണോ രാജ്യത്തെ ഈ രീതിയിൽ പിടിച്ചുകുലുക്കിയത് എന്നൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിനുശേഷം SIT തന്നെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ രാഷ്ട്രീയമായി കൂടിയുള്ള പ്രത്യാരോപണങ്ങൾക്കൊക്കെ വഴിവെച്ച സംഭവമാണ് ഇത്. എന്തായാലും കൂടുതൽ വ്യക്തതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ചേർത്തലയിലെ ആയിഷ തിരോധാനം നമ്മൾ ഏറെ ചർച്ച ചെയ്ത സംഭവമാണ്. ആയിഷ തിരോധാനം, ആയിഷയുടേത് ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് 18 ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ആയിഷ തിരോധാനം ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച് യാതൊരു വിവരങ്ങളും ഇല്ല എന്ന് കണ്ട് എഴുതിത്തള്ളിയിരുന്ന കേസാണ്. ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നാലെ ന്യൂസ് 18 നടത്തിയ അന്വേഷണവുമാണ് ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. വളരെ നിർണായകമായ ചില സാക്ഷികളുടെ തുറന്നു പറച്ചിൽ പ്രേക്ഷകർ കേട്ടത് ന്യൂസ് 18ലൂടെയാണ്. അന്വേഷണ സംഘം കേട്ടതും ന്യൂസ് 18ലൂടെയാണ്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ഈ കേസിന് പിന്നാലെ നടത്തിയ യാത്രകളാണ് ഇപ്പോൾ ആയിഷ തിരോധാനം അതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് റോസമ്മ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. റോസമ്മ എന്ന വ്യക്തിയുടെ വിവരങ്ങൾ ആദ്യമായി ന്യൂസ് 18 ആണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. റോസമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 2 വ്യക്തികൾ, ഒന്ന് ആയിഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധം, അത് കണക്ട് ചെയ്യുന്ന ഏക കണ്ണി റോസമ്മയായിരുന്നു. ആ റോസമ്മയുടെ പ്രതികരണം, വിവരങ്ങൾ ന്യൂസ് 18 ആണ് പുറത്തു വന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ റോസമ്മയെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ റോസമ്മയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. ആയിഷയുമായി റോസമ്മയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ആയിഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം റോസമ്മയ്ക്ക് അറിയാമായിരുന്നു. ആയിഷ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള പണം സ്വരുക്കൂട്ടി ഒരു വസ്തു വാങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഈ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ആയിഷ കാണാതാകപ്പെടുന്നത് എന്നത് റോസമ്മയ്ക്ക് അറിയാമായിരുന്നു. ഈ ആയിഷയ്ക്ക് സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് റോസമ്മയ്ക്ക് അറിയാമായിരുന്നു. താനില്ലാത്ത സമയത്ത് ആയിഷയും സെബാസ്റ്റ്യനും തന്റെ വീട്ടിൽ ഒരു ദിവസം തങ്ങി എന്ന കാര്യം റോസമ്മ ന്യൂസ് 18നോട് സ്ഥിരീകരിക്കുന്നു. താൻ ഇല്ലാത്ത സമയത്ത് തന്റെ പറമ്പ് JCB ഉപയോഗിച്ച് ഇവർ വൃത്തിയാക്കിയെന്ന കാര്യം പറയുന്നു. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിന്നതായിരുന്നു റോസമ്മയുടെ ഈ വെളിപ്പെടുത്തൽ. പിന്നെയും റോസമ്മയെ നമ്മൾ കണ്ടു. റോസമ്മ പറഞ്ഞ കാര്യങ്ങളിൽ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കി. ന്യൂസ് 18 റോസമ്മയുടെ പ്രതികരണം പുറത്തുവിട്ടതിന് പിന്നാലെ അന്വേഷണ സംഘം റോസമ്മയെ തേടിയെത്തുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ആ അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോഴും റോസമ്മ പുറത്തു പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് വ്യക്തമാകുന്നു. അങ്ങനെ അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് അവരുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് അവരുടെ വസ്തുവിൽ പരിശോധന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നത് സ്ഥിരീകരിക്കാൻ ന്യൂസ് 18 അയൽവാസികളുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള
സ്ഥിരീകരണം കൂടി ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. എലിസബത്ത് ജേക്കബ് എന്ന അയൽവാസിയായ അധ്യാപിക ഈ റോസമ്മയും സെബാസ്റ്റ്യനും ഐഷയും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. തന്നെയും സെബാസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തു എന്നും വസ്തു വിറ്റു തരാമെന്നൊക്കെ പറഞ്ഞു എന്ന കാര്യം കൂടി എലിസബത്ത് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളുള്ളതായിരുന്നു. ആ കാണാതായ കാലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വൈരുദ്ധ്യമുള്ളതായിരുന്നു. മാത്രവുമല്ല, ഐഷയെ കാണാതായതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്ന് തനിക്ക് കോളുകൾ വന്നു എന്നത് റോസമ്മ പറഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ സെബാസ്റ്റ്യൻ ആയിരിക്കാം വിളിച്ചതെന്ന് പറയുന്നു. ഈ എലിസബത്ത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായി മാറി. മാത്രവുമല്ല, സെബാസ്റ്റ്യനും റോസമ്മയുമായുള്ള ബന്ധം, ആ റോസമ്മയും സെബാസ്റ്റ്യനുമായി അടുത്തിടപഴകിയ അൻസിൽ എന്ന ഒരാൾ, അയാളുടെ വിവരങ്ങളും അയാളുടെ തുറന്നു പറച്ചിലും ന്യൂസ് 18 പുറത്തുവിട്ടു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകർ കണ്ടത് ന്യൂസ് 18ലൂടെയാണ്. അന്വേഷണ സംഘത്തിന് വഴിതെളിച്ചതും ന്യൂസ് 18 ആണ്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ്. അന്വേഷണ സംഘം ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിയതിന്റെ ഭാഗമായി ഒരു സമയത്ത് എഴുതിത്തള്ളിയ ഐഷ തിരോധാന കേസ് വീണ്ടും പുനരന്വേഷിക്കുകയും ഇപ്പോൾ അതൊരു കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് അതൊരു കൊലപാതക കേസാക്കി മാറ്റുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മാത്രവുമല്ല, ഈ കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കും എന്ന വിവരം കൂടി വരികയാണ്. അപ്പോൾ അതൊരു നിർണായക ഘട്ടത്തിൽ ഈ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ജയനമ്മ തിരോധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ആദ്യം നൽകിയത്. അതിനുശേഷം ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അത് കൊലപാതകം എന്ന് തിരിച്ചറിയുന്നു. ആ വകുപ്പുകൾ കൂടി ചേർക്കുന്നു. ഇപ്പോൾ ഐഷയുടെ തിരോധാനവും ആ നിലയിലേക്ക് തന്നെ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സെബാസ്റ്റ്യന് കുറുക്ക് മുറുകുകയാണ്. അതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ ന്യൂസ് 18 ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനും ആയിരിക്കും. കോഴിക്കോട് ഒരു 15 വയസ്സുള്ള ബംഗാളി പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. അതിക്രൂരമായ സംഭവമാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ആ സംഭവത്തിൽ 5 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. 5 പേരടങ്ങുന്ന സംഘമാണ് ഈ 15 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായി ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവരം. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ബാലാവകാശ കമ്മീഷൻ ഇതിൽ വിശദീകരണം തേടിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും 19-ാം തീയതി, ഈ മാസം 19-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. ഉച്ചയോടെ ഉള്ള സമയത്ത് കാണാതാകുന്നു. 20-ന് ഈ കുട്ടി പരിക്കേറ്റ നിലയിൽ തിരിച്ചെത്തുന്നു. ഒരു മാൾ ആയിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഒരു പരിചയപ്പെട്ട ഒരു മലയാളി യുവാവാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നതാണ് ബന്ധുക്കൾ നൽകിയ വിവരം. പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ഈ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. 5 അംഗ സംഘമാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ ബന്ധുക്കൾ പറയുന്നു. കുട്ടി പറഞ്ഞ വിവരം അനുസരിച്ചാണ് ബന്ധുക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ ബന്ധുക്കൾ ഈ വിവരം അവരുടെ നാട്ടിൽ അറിയിക്കുകയും അവിടെ നിന്ന് ബംഗാളിൽ നിന്നുള്ള ഒരു പോലീസ് സംഘം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തുകയും ഈ സംഭവത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ച കാര്യങ്ങളൊക്കെയുണ്ട്. ബംഗാളിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുമ്പോൾ 2 വിധത്തിലുള്ള അന്വേഷണവും ഇവിടെ തുടർന്നു വരികയാണ്. പക്ഷേ ഈ പ്രതികളെ കണ്ടെത്താനാകുന്നില്ല എന്നതാണ് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ് കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. 3 दिन बाद जिम पे डाला था मैंने, 3 दिन बाद घर पे जाके बोला मम्मी मेरा मॉल पे काम ठीक हो गया है। मैंने बोला कौन ठीक किया? बोला उधर का जो मैडम है जिम चला था उसका बीबी मैडम है, तो वो बीबी ने मेरे को काम ठीक करके दिया, मैं मॉल पर काम करूंगी। तो मैंने बोला मैडम अच्छा है क्या? बोला हाँ अच्छा है, मैं उधर काम करूंगी। वो बोला है अच्छा कपड़ा पहन के आएगी, ये स्मार्ट जैसा फैशन जैसा कपड़ा पहन के आएगी, ऐसा कपड़ा नहीं चलेगा, ऐसा मेरे को बोला है।
बस। पुलिस ने क्या बोला? कब? अभी बोल रही पुलिस ने, अभी बोल रही वो उड़ीसा का मैडम था, वो गया है इधर नहीं। अभी बोला तो अभी आरफिना के पास से पता चलेगा जो वो उड़ीसा का मैडम था कि केरला का मैडम था, आरफिना के पास से पता चलेगा। एक लड़का और दूसरा लड़का है किधर का? कितना लड़का था? आरफिना तो जो बयान दिया है वो 5 लड़का था। 5 लड़का। और ड्राइवर जो था उसको लेकर 6। कब आप मिसिंग कंप्लेंट दे दो? इधर उस दिन जिस दिन 19 तारीख को जिस दिन घर पे नहीं आया था तो उस दिन ही पुलिस कंप्लेंट दिया था। अभी किधर हो बेटी? अभी होम पे है, उधर जा रहे हम लोग। കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഈ കുടുംബം വർഷങ്ങളായി കഴിഞ്ഞു വരുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ബംഗാളിലായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷത്തിനകത്ത് മാത്രമേ ആകുന്നുള്ളൂ ഈ പെൺകുട്ടി കുടുംബവുമായി ഇവിടെ ചേരുന്നു. അതിനുശേഷം അവിടെ ഒരു മാളിൽ ഈ പെൺകുട്ടി ജോലിക്ക് പോകുന്നു. അങ്ങനെ സുഖമായി കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമായിരുന്നു അവർ. കേരളത്തിൽ അഭയം പ്രാപിച്ച് അങ്ങനെ സുഖമായി കഴിഞ്ഞു വരികയായിരുന്നു അവർ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ മാളിൽ കണ്ട് പരിചയപ്പെട്ട ഒരു യുവാവാണ് വിളിച്ചുകൊണ്ടു പോകുന്നത്. പിന്നീട് സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വളരെ മുറിവുകളോടുകൂടിയാണ് ആ പെൺകുട്ടിയെ പിന്നീട് കിട്ടുന്നത്. അത് വീടിന് സമീപം ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ വീടിന് സമീപം ഈ പെൺകുട്ടിയെ ഇറക്കി വിടുകയായിരുന്നു വാഹനത്തിൽ. എന്തായാലും പെൺകുട്ടി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുകയും അന്വേഷണം ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ഈ സംഘത്തിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ലഹരി ഉൾപ്പെടെ നൽകിയാണ് ഈ പീഡനം ബലാത്സംഗം നടന്നിട്ടുള്ളത്. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ കൂടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തു. ഈ കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കമ്മീഷൻ നിരീക്ഷിക്കും. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു മൂവ്മെൻറ്റ് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിലെ പ്രതികളാരും തന്നെ രക്ഷപ്പെടാതിരിക്കാനുള്ള കാര്യക്ഷമമായ നിരീക്ഷണവും ഇടപെടലും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും ആ കുടുംബത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും. മാത്രവുമല്ല ഈ വിഷയം ബംഗാളിൽ അറിയുകയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ഒരു പോലീസ് സംഘം ഇവിടെ എത്തുകയും ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ആ സംഘത്തിനൊപ്പമുണ്ട്. അവരും ഈ അന്വേഷണം വേഗത്തിലാക്കാനുള്ള ഇടപെടലുകളൊക്കെ നടത്തി വരികയാണ്. കേസന്വേഷണം അത് ഈ 5 പേർ ഉൾപ്പെട്ട കേസ് എന്ന് പരാതി കൊടുത്തിട്ടും പ്രതികളെ പിടികൂടാനാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമുള്ള ഇടപെടലുകൾക്ക് കൂടി കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് നീതി കിട്ടണം. വലിയ രീതിയിലുള്ള ക്രൂരതയാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കേസന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. എല്ലാവിധത്തിലും പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ CCTVയും മറ്റും കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളുടെ അനിശ്ചിതത്വമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ആ അനിശ്ചിതത്വമൊക്കെ മാറുകയാണ്. മെസ്സി ഉറപ്പായും വരും എന്ന സന്തോഷ വാർത്ത ഓരോ കായിക പ്രേമികളും ആഘോഷമാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വം ഉടലെടുത്തത്. അന്ന് AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ഇതിൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്, അത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ആ കരാർ ലംഘനം ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയാണ്. ഇനി മെസ്സി വരില്ല, അത് കായിക പ്രേമികളെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടായും വിഷമമായും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നേരം വൈകുന്നേരത്തിൽ നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ സ്പോർട്സ് ലേഖകനായിട്ടുള്ള സ്പോർട്സ് പ്രതിനിധിയായിട്ടുള്ള എൽദോ പോളിനോട് സംസാരിച്ചു. അപ്പോൾ എൽദോ പോളിനോട് ഞാൻ ഒരു മെസ്സി ആരാധിക കൂടിയായി ഞാൻ ചോദിച്ചു ഇനി എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൽദോ പറയുന്നു
ഇനി നവംബറിലെ വിൻഡോയിൽ ഒരു ചാൻസ് ഉണ്ട്, അത് 10-നും 18-നും ഇടയിലാണ്. നീ ധൈര്യമായിട്ട് അത് പറഞ്ഞോളൂ. ഇനി സർക്കാർ അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, സർക്കാരും സ്പോൺസർമാരും അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അവിടെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഒക്ടോബറിൽ ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് എൽദോ പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ഈ വൈകുന്നേരത്തിൽ തന്നെ ഇനിയുള്ള ഒരു ചാൻസ് അതാണ്, സർക്കാരും സ്പോൺസർമാരും അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. ഇന്ന് എന്തായാലും ഈ വാർത്ത വരുമ്പോൾ ആ വിൻഡോയിൽ തന്നെയാണ് മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ 10-നും 18-നും നവംബർ 10-നും 18-നും ഇടയിലുള്ള ആ ദിവസം അവർ കേരളത്തിലേക്ക് എത്തും. ഇവിടെ 5 ദിവസത്തോളം ഉണ്ടാകുമെന്നൊക്കെയുള്ള വളരെ മോഹിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുക. ഓസ്ട്രേലിയൻ ടീമായിരിക്കും എതിർ ടീമായി കളിക്കുക. അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മോഹിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സി എന്തായാലും ഉണ്ടാകും എന്നത് ഉറപ്പായിരിക്കുന്നു. മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരും മുഴുവൻ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് വരികയാണ്. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓണ സമ്മാനമാണ് ഈ വർഷത്തെ ഈ കളി. അത് എങ്ങനെയാണോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കളിയെ ആഘോഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബ്രസീൽ അടക്കമുള്ള പോർച്ചുഗൽ അടക്കമുള്ള ടീമുകളോട് സന്നദ്ധത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മറുപടികളൊന്നും വന്നിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ 50-ൽ താഴെയുള്ള ഏതെങ്കിലും ടീമുകളാണ് വരിക. അപ്പോൾ ആ ടീമുകളെ ഒരു സന്നദ്ധ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല 1-2 ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതായിരിക്കും കളിക്കുക. എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആരാധകർക്ക് മെസ്സിയെ കാണാൻ സൗകര്യമൊരുക്കും. അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ ഓസ്ട്രേലിയൻ ടീം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളിലുള്ള വ്യക്തത കൂടിയാണ് വരുന്നത്. അപ്പോൾ 5 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ആരാധകർക്ക് ടീമുമായി സംവദിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുങ്ങുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് അതിനുശേഷം ഒരു ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് അതിനുശേഷമാണ് അടുത്ത ദിവസങ്ങളിൽ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം ഒരുങ്ങേണ്ടത്. അതൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകളായി ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എന്നുവെച്ചാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഫുട്ബോൾ സ്റ്റേഡിയമാക്കി രൂപപ്പെടുത്താനുള്ള പ്രത്യേകതയൊക്കെ ഉള്ള സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നത് അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമല്ല എന്നതാണ് ഇപ്പോഴും അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നുകൊണ്ടാണ് സർക്കാർ മെസ്സിയെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അവരാണ് സ്പോൺസർമാർ. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയും പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഈ ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ന്യൂസ് 18നോട് അദ്ദേഹം തന്നെ പറയുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞത് പോലെ തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഇത് കേരളത്തിന്റെ ഒരു സുവർണ അവസരമാണ്, കേരളത്തിന് ഒരു അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ഇത് എന്നതാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. തീയതിയാണ് ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 20 എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത് അർജന്റീന വരും എന്നുള്ള കാര്യം. പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് സമയം മാറ്റി ചോദിച്ച സമയത്ത് നമ്മളത് കഴിയില്ല, ഈ വർഷം തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ചാട്ടി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അർജന്റീന ടീം പോലെ ഒരു ടീം നമ്മളോട് പറഞ്ഞ് പണം മേടിച്ച് പറ്റിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത് വരും എന്നുള്ള കാര്യം. അത് മിനിസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അന്നും ഇന്നും പറയുന്നത് മെസ്സി വരും, കളിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല ഈ സമയം വരെ, ഇത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും അവർ അന്ന് പറഞ്ഞതിൽ തന്നെയാണ് പിന്നീടും ഉറച്ചു നിന്നത്. അവർക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് പറയുന്നത്. AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയുടേതായി വന്ന വാട്സപ്പ് ചാറ്റുകൾ അതായിരുന്നു ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നത്. കരാർ ലംഘനം ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് അത് ഔദ്യോഗികമല്ല, അത് വ്യാജമാണ് എന്ന തരത്തിലുള്ളൊരു നിലപാടും ആന്റോ അഗസ്റ്റിൻ സ്വീകരിച്ചിരുന്നു.
ഉണ്ടായിരുന്നു. അതെന്തായാലും പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ അനിശ്ചിതത്വമൊക്കെ നീളുകയാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അർജന്റീനൻ ടീമിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവ്. നമുക്കറിയാം 2011 ഇതിനു മുൻപ് മെസ്സിയും ടീമും ഇന്ത്യയിലേക്ക് എത്തിയത്. അന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലായിരുന്നു അവർ സൗഹൃദ മത്സരം കളിച്ചത്. അതുതന്നെ വലിയ ആവേശം സൃഷ്ടിച്ചതാണ്. മെസ്സി ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം വീണ്ടും മെസ്സി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലേക്കാണ് എന്നത് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉടലെടുത്തിരുന്നു എന്ന് നമ്മൾ കാണണം. 13 ലക്ഷം രൂപ സ്പെയിൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഖജനാവിൽ നിന്ന് ചെലവാക്കിയിരുന്നു. അപ്പോൾ അതിൽ മന്ത്രി മറുപടി പറയണം. മെസ്സി വരുന്നില്ലെങ്കിൽ ഈ പൈസ എവിടെ കൊണ്ട് കളഞ്ഞു, എന്തിനാണ് കളഞ്ഞത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നതാണ്. വലിയ വിമർശനം നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അദ്ദേഹം കുറെ വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ മന്ത്രിക്കും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിവരമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. മെസ്സി വരും കേട്ടോ എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ശരിയാകുന്നു എന്ന് വരുന്നു. അദ്ദേഹത്തിനും ആശ്വസിക്കാം. രാഷ്ട്രീയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മെസ്സിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമെന്ന് കരുതുന്ന ആരാധകരുള്ള നാടാണ് നമ്മുടേത്. ലോകകപ്പ് ആവേശം കേരളത്തിൽ എങ്ങനെയാണോ അലയടിച്ചത്, അതാണ് അർജന്റീനിയൻ ടീമിനെ പോലും അവരുടെ ശ്രദ്ധ പോലും കേരളത്തിലേക്ക് എത്തിച്ചത്. ഇങ്ങനെയുള്ള ചർച്ചകളിലേക്കും അത് ആ ടീം ഇവിടെ എത്തുന്നതിലേക്കും ഒക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ സ്നേഹമൊക്കെ പകർന്ന് നൽകാൻ ആരാധകർ കാത്തു നിൽക്കുകയാണ്. എന്തായാലും മെസ്സിയുടെയും ടീമിന്റെയും വരവിനായി നമുക്ക് കാത്തിരിക്കാം. ആ അനിശ്ചിതത്വങ്ങളൊക്കെ നീങ്ങിയിരിക്കും. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. നേരം വൈകുന്നേരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് വളരെ വേഗത്തിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. കശ്മീർ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷ്ഖാഖ് ദർ. ഇന്ത്യയുമായി വെടിനിർത്തലിന് യുഎസിൽ നിന്ന് ഫോൺ കോൾ ലഭിച്ചുവെന്ന അവകാശവാദം ഉന്നയിച്ച് പാക് വിദേശകാര്യമന്ത്രി. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു താൻ യുഎസിന് നൽകിയ മറുപടിയെന്നും മന്ത്രി. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയുടെ ഭാഗമാകാൻ NDA ഇതര മുഖ്യമന്ത്രിമാർ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വരും ദിവസങ്ങളിൽ റാലിയുടെ ഭാഗമാകും. യാത്ര 7ാം ദിവസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷായുടെ നിർദ്ദേശം. ബൂത്ത് തലത്തിലെ പ്രവർത്തനം ഉൾപ്പെടെ 30 നിർദ്ദേശങ്ങളും നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ച അമിത്ഷാ 25% വോട്ടിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി BJP മാറുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്ന BJP പ്രഖ്യാപനം ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP മേൽക്കൈ നേടിയാൽ കേരളം ഇതുവരെ നേടിയ എല്ലാ മൂല്യങ്ങളും തകരുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. NK പ്രേമചന്ദ്രൻ മത്സരിക്കുമെന്ന വാർത്ത തള്ളി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. RSP UDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും മറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്നും ഷിബു ബേബി ജോൺ. അതിജീവിതയെ അമ്മയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് നടി മല്ലിക സുകുമാരൻ. അതിജീവിതയെ വേദനിപ്പിച്ച് പുറത്താക്കിയതാണ്, തെറ്റുതിരുത്തി തിരികെ എടുക്കണം. കുക്കു പരമേശ്വരനെതിരെയും മല്ലിക സുകുമാരന്റെ വിമർശനം. ലൂസ് ടോക്കർ എന്ന ആരോപണം തെറ്റ് ചൂണ്ടിക്കാട്ടുമെന്ന ഭയം കൊണ്ട്. എമ്പുരാൻ വിവാദത്തിൽ താരസംഘടനയിൽ നിന്ന് പൃഥ്വിരാജിന് പിന്തുണ ലഭിച്ചില്ലെന്ന് മല്ലിക സുകുമാരൻ. താനും മക്കളും താരസംഘടനയ്ക്ക് അപ്രിയരാണ്. മേജർ രവിക്കെതിരെയും മല്ലികയുടെ വിമർശനം. അമ്മയിൽ ഇപ്പോഴും പവർ ഗ്രൂപ്പുണ്ട്. പവർ ഗ്രൂപ്പിന്റെ ആളുകളെന്ന് പറഞ്ഞു നടക്കുന്നവരെ സൂക്ഷിക്കണം. അധിക്ഷേപ പരാമർശത്തിൽ വിനായകൻ യേശുദാസിനോട് മാപ്പ് പറയണമെന്നും മല്ലിക. മേജർ രവിക്കെതിരെ ആഞ്ഞടിച്ച് മല്ലിക സുകുമാരൻ. രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ ആദ്യം സത്യം പറയാൻ പഠിക്കണം. ചാടിച്ചാടി പാർട്ടി മാറിയാൽ ക്വാളിറ്റി ഉണ്ടാകില്ല എന്ന വിമർശനം. മല്ലിക സുകുമാരന് വിവരദോഷമെന്ന് തിരിച്ചടിച്ചു മേജർ രവി. പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം അളക്കാൻ മല്ലികയായിട്ടില്ലെന്ന വിമർശനം. കോഴിക്കോട് 15 വയസ്സുകാരിയുടെ കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. പീഡനത്തിനിരയായത് പശ്ചിമബംഗാൾ സ്വദേശി.
കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതിയും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി. പ്രതി കുടക് സ്വദേശി PA സലീം, സഹോദരി സുവൈബ എന്നിവർ കുറ്റക്കാരെന്ന് ഹോസ്ദൂർ കോടതിയാണ് വിധിച്ചത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജിയിൽ വിധി ഈ മാസം 29-ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിലാണ് വിധി. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ. ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി നൽകിയാൽ കേസെടുക്കാവുന്ന അവസ്ഥ. സ്ത്രീകൾ അല്പവസ്ത്രം ധരിച്ച് നിരത്തിലേക്ക് ഇറങ്ങരുത്. പരാതിയുണ്ടെങ്കിൽ കേസ് നൽകണമെന്നും ചാറ്റ് ചെയ്ത് സുഖിച്ചിട്ട് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് ശരിയല്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ. അപ്പോൾ നമുക്കിനി സായന യാത്രയിലേക്ക് കടക്കാം. ഈ വൈകുന്നേരത്തെ വിശപ്പ് എനിക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, വൈകുന്നേരം പോലും വായിക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരത്തെ വിശപ്പ് നിയന്ത്രിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ചിലർക്ക് ഒരു ചായയും കടിയും മാത്രം മതിയാകും, ചിലർക്ക് നല്ല കട്ടിക്ക് ഭക്ഷണം കഴിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരിടം പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹൻ. വൈകിട്ട് ചായയോടൊപ്പം കപ്പയും അല്പം മീറ്റ് വിഭവങ്ങളുമൊക്കെ കഴിക്കാം. വെറും 80 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് നെടുമങ്ങാട് വെള്ളറട എന്ന ഭാഗത്ത്. അവിടേക്ക് പോകുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹൻ. ഒന്നാം തരം കപ്പയും ചിക്കൻ തോരനും കോമ്പയായി വെറും 80 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇടമുണ്ട് വെള്ളറടയിൽ. കപ്പയും കാന്താരിയും എന്ന സ്ഥാപനമാണ് ഇത് നൽകുന്നത്. വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഇവിടെ ചിലവഴിക്കാൻ എത്തുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടുവരാം. എൻ്റെ വീട് ഇതിൻ്റെ അടുത്താണ്. പക്ഷെ ഇവിടുത്തെ ഈ കപ്പയും തോരനും എല്ലാം കൂടി 80 രൂപയുള്ളൂ. അത് കഴിക്കാനാണ് വന്നത്. എൻ്റെ വീട് അടുത്താണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കുള്ളൂ. വീട്ടിൽ പോലും ഞാൻ കഴിക്കാനില്ല. കാരണം തോരനൊക്കെ അടിപൊളിയാണ്. വൈകുന്നേരം വന്നൊരു കപ്പയും തോരനും കഴിച്ച് 80 രൂപയ്ക്ക് നമുക്ക് ലാഭമാണ്. അതും നമ്മളെ ഏതൊക്കെയുള്ള വേറെ നിറയുള്ള കിട്ടുന്നുണ്ട്, തരണുണ്ട്. അത് അടിപൊളി. വൈകുന്നേരം ചായയും കൂടെ, ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. സ്ഥിരം വരാറുള്ളതാണ്. ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളെ ലൈറ്റ് തന്നെ നമുക്ക് ദോശയും ചമ്മന്തിയൊക്കെ ഇവിടെ തന്നെ നല്ല ഫുഡ് ഉണ്ട് രാവിലെ. ഉച്ചയ്ക്കാണെങ്കിൽ ഇന്നലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പോത്ത് ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ ആയിരുന്നത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇന്നലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയത്. വൈകുന്നേരങ്ങൾ വരാറുണ്ട്. 80 രൂപയേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റിയാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. വീട്ടിലൊക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ വരാറുണ്ട്, പാഴ്സൽ വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്. നല്ല രീതിയിലുള്ള ഫുഡാണ്. വിലക്കുറവാണ്. 80 രൂപയ്ക്ക് കപ്പയും നല്ല കോഴി തോരനും ഒക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല ഇപ്പോൾ ഒരു കടയിൽ കിട്ടാത്ത നല്ല ഭക്ഷണമാണ്. അല്ല, ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ്. ഇപ്പം ഞാൻ ഡെയിലി രാവിലെ എൻ്റെ വീട് നല്ല കിലോമീറ്റർ. ഞാൻ രാവിലെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് രാവിലെ 2-3 നേരം ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഡെയിലി. കാര്യം നമുക്ക് അത്ര ഒരു വീട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഹെൽത്തി ഫുഡും അവരുടെ സ്റ്റാഫ് ആയാലും വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മ കൊടുക്കുന്നത് അതുപോലെ ഒരു ഫീലിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ 80 രൂപയ്ക്ക് കപ്പയും കോഴിത്തോരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയാണ്, എവിടെയും കിട്ടാത്ത ഒരു സംഭവം. ഇഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടെ ഉള്ള സമയത്തെല്ലാം ഇവിടെ തന്നെ കഴിക്കും. ട്രിവാൻഡ്രം PT പിന്നാറിലാണ് താമസം. ഇടയ്ക്ക് എൻ്റെ ഔട്ട് ഹൗസിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് വൈകുന്നേരം നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ വരും. ഈ സ്പോട്ട് തിരഞ്ഞെടുക്കും. ഇവിടുത്തെ രുചികരമായ ആഹാരം പക്ഷെ എല്ലാവർക്കും സംതൃപ്തി കൊടുക്കുന്ന ഒരു ഹോട്ടലാണ്. എന്തായാലും വൈകുന്നേരം സന്തോഷമുണ്ട്. അത് നാടൻ ഭക്ഷണം, നല്ല പ്യൂർ എണ്ണയിൽ വറുത്തെടുക്കുന്ന ചിക്കൻ ഫ്രൈയും മരിച്ചിനി കാന്താരി ഇതെല്ലാം നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു സംതൃപ്തിയാണ് ഇവിടുത്തെ കപ്പയും കാന്താരി എന്നുള്ള കടയുടെ പ്രത്യേകത. വൈകുന്നേരങ്ങളിലെ കട്ടൻ ചായയോടൊപ്പം 80 രൂപയ്ക്ക് കപ്പയും ചിക്കൻ തോരനും നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമ ലാലു ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം ലാലു.
എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് കാരണം? എങ്ങനെയുണ്ട്? ഞാൻ ഹോട്ടലിൽ കുറച്ച് കാലമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആശയം എനിക്ക് തോന്നി വെള്ളറടയിൽ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ കപ്പയും കാന്താരി എന്ന പേര് കൊടുത്തിട്ട് ചിക്കൻ തോരനും കപ്പയും 80 രൂപയ്ക്ക് എൻ്റെ സാധാരണക്കാരായ എൻ്റെ നാട്ടുകാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാണ്ടിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നിയതുകൊണ്ടാണ് അത് കൊടുത്തത്. നല്ല നല്ല സപ്പോർട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കപ്പയ്ക്കും കാന്താരി ചിക്കൻ തോരനായിട്ട് വരുന്നത്. ഒരു കട്ടൻ ചായ അതിൻ്റെ കോമ്പേരും കൂടെ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചു. ചിക്കനൊക്കെ 150 രൂപ 160 രൂപ വില വന്നാലും നമ്മൾ ഈ 80 രൂപ തന്നെയാണ് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നില്ല. അത് കസ്റ്റമേഴ്സിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ല സപ്പോർട്ട്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ പോകുന്ന ഒരു ഏരിയ നെടുമങ്ങാട്, അപ്പോൾ പൊന്മുടി, ഇതിങ്ങനെ പോകുന്ന റൂട്ടാണ്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരും ഇഷ്ടംമാരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഹൈലൈറ്റ് വേറെ ഒന്ന് ബിരിയാണിയാണ്. എനിക്ക് ഊണില്ല. ബിരിയാണി ഞാൻ തൂക്കി കൊടുക്കുന്നത്. തൂക്കി കൊടുക്കുന്ന പറയുമ്പോൾ 1 കിലോ 200 രൂപ. 1 കിലോ 200 ചിക്കൻ. അതെ, ചിക്കൻ വിത്ത് ചിക്കൻ ആൻഡ് റൈസ്. 3 പേർക്ക് അത്യാവശ്യം നോർമലി കഴിക്കുന്ന ആൾക്കാണെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? നമുക്ക് പോത്തുണ്ട്, ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും. അത് കോംബോ ഉണ്ട്. അതും വൈകിട്ട് നമുക്ക് 4 മണി മുതൽ അവൈലബിളാണ്. ചെറിയ പക്കോട ടൈപ്പിലുള്ള ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയാണ്. 3 പൊറോട്ടയും 150 ഗ്രാം ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് കോംബോ ആയിട്ട്. പറഞ്ഞു കേട്ടതിനേക്കാൾ മനോഹരമാണ് വന്നു കണ്ടപ്പോൾ, കഴിച്ചപ്പോൾ അതിഗംഭീരവും. യാത്ര വെള്ളറ വഴിയാണെങ്കിൽ കയറാൻ മറക്കണ്ട. അരുൺ മോഹൻ, ന്യൂസ് 18. പാവങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് അരുൺ മോഹനോട് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. വായിൽ വെള്ളം ഊറുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, ആ അവസ്ഥയാണ്. എന്തായാലും കപ്പയുടെ കൂടെ എനിക്ക് ഫിഷാണ് പ്രധാനപ്പെട്ട കോമ്പിനേഷൻ. കപ്പയും ഫിഷും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളറടയിലേക്ക് പോകുന്നവർക്ക് അപ്പോൾ കപ്പയിലും കാന്താരിയിലും പോകാം. എന്തായാലും അവരുടെ നീറ്റായിട്ടുള്ള സെർവിങ്, വാഴയിലൊക്കെ സെർവ് ചെയ്യുന്നത് വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും പരീക്ഷിക്കാവുന്നതാണ്. അരുൺ മോഹനാണ് ആ സ്ഥലം നമ്മളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നേരം വൈകുന്നേരത്തിൽ ഇനി തിങ്കളാഴ്ച കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.